പ്രശ്നങ്ങൾ ഇപ്പോൾ കൂടുതലുള്ളത് വിദ്യാഭ്യാസ രംഗത്താണല്ലോ. ചില കോളേജുകളുടെ പേര് പോലും പ്രശ്നമാണ്. ചില നല്ല പേരുകൾ കുട്ടികൾ കേട്ടാൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പേരുകൾ ഇപ്പോ നമ്മുടെ സ്വാശ്രയ സ്ഥാപനത്തിന്റെ ഭാഗമായി ആ പേര് കേൾക്കുമ്പോൾ കിടിലം കൊള്ളുകയാണ് കുട്ടികൾ. നെഹ്റു നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്കെല്ലാം പ്രിയങ്കരനായ പേരാണ്. ചാച്ചാ നെഹ്റു എന്ന് കുട്ടികളെല്ലാം പാടി നടന്ന ഒരു കാലം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു കോളേജിലെ കുട്ടി ആത്മഹത്യ ചെയ്യാനിടയായ സംഭവം നമ്മുടെ സമൂഹം ഞെട്ടലോടെയാണ് കേട്ടത്. അവിടെയുള്ള ഒട്ടേറെ രീതികൾ പുറത്തു വന്നപ്പോഴും വല്ലാത്ത ഞെട്ടലാണ് പൊതുവെ സമൂഹത്തിനുണ്ടായത്. എന്താണിത്? ഇതാണോ ഒരു സ്ഥാപനത്തിൽ നടക്കേണ്ടത് എന്ന തോന്നൽ പൊതുവിലുണ്ടായി. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പേരാണ് ടോംസ്. കാരണം കുട്ടികളുടെ ഒരു കളിക്കൂട്ടുകാരൻ എന്ന് പറയാം വേണമെങ്കിൽ. പല കാർട്ടൂണുകളുടെയും കുട്ടികൾ പരിചയപ്പെടുന്നത് ഈ പേരിലൂടെയാണ്. എന്നാൽ ഇപ്പോ ടോംസ് എന്ന് കേൾക്കുമ്പോൾ അതിലും ഇതിലുമുണ്ടാവുകയാണ്. കാരണം അവിടെ പലതും കേൾക്കുന്നു, പല പരാതികളും വരുന്നു. എന്നിട്ടും പക്ഷേ എന്തുകൊണ്ടാണെന്നറിഞ്ഞില്ല, തിരുവനന്തപുരത്തെ ലോ അക്കാദമി എന്ന സ്ഥാപനത്തെക്കുറിച്ച് ഈ മുഖ്യമന്ത്രി കേട്ടിട്ടേയില്ല. സർക്കാരിന് വിട്ടിരിക്കുകയാണ് സാർ. എന്താണ് ഈ സർക്കാർ ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഉടൻ സർക്കാരിന്റെ മാത്രം തീരുമാനം ഉണ്ടാവുക. ഇനിയിപ്പോ ആ പ്രശ്നത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് മുഖ്യമന്ത്രിക്ക് പിടികിട്ടാഞ്ഞിട്ടാണോ എന്തോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പ്രശ്നത്തിന് പല സ്വഭാവങ്ങളുണ്ടല്ലോ. സാമൂഹിക സ്വഭാവം, രാഷ്ട്രീയ സ്വഭാവം, ഇതൊന്നുമല്ലാത്ത വിദ്യാർത്ഥികളുടെ സ്വഭാവം എന്നിങ്ങനെ പലതും. ഇതൊന്നും മുഖ്യമന്ത്രിമാർക്ക് അറിയണമെന്നില്ലല്ലോ, പാർട്ടിക്കല്ലേ അറിയൂ. ഒരു കോളേജിൽ നടക്കുന്ന വിദ്യാർത്ഥികളുടെ സമരമാണ്. ഒരു കോളേജിന് മാത്രം ബാധകമായിട്ടുള്ള സമരമാണ്. ആ കോളേജിനകത്ത് നടക്കുന്ന സമരം ബന്ധപ്പെട്ടവർ ഇടപെട്ട് ആ സമരം തീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണം. അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ആ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ആ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഔദ്യോഗിക തലത്തിൽ ഉള്ള ആളുകൾ ഇടപെട്ട് ആ പ്രശ്നം കൂടിയാലോചിച്ച് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതൊരു വിദ്യാർത്ഥി സമരം മാത്രമാണ്. വിദ്യാർത്ഥി സമരം എന്നാൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം. വിദ്യാർത്ഥികളുടെ സമരത്തിന് രാഷ്ട്രീയമുണ്ടാവില്ല. ആരാണ് ഈ പറയുന്നത് എന്നറിയില്ലേ? കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ സ്ഥാപക നേതാവാണ് ഈ പറയുന്നത്. അപ്പോൾ അത് പൂർണ്ണമായും ശരിയാണ്. വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയമില്ല. അല്ല, വിദ്യാർത്ഥി സംഘടനകൾ ഒരാവശ്യം ഉന്നയിക്കുന്നത് പാർട്ടിയോട് ചോദിക്കേണ്ട കാര്യമില്ല. ആ മുദ്രാവാക്യം ഉന്നയിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. CPM അവിടെ സമരം അവിടെ നടത്തുന്നില്ല. വിദ്യാർത്ഥി സംഘടനകളാണ് സമരം നടത്തുന്നത്. SFI അവിടെ സമരം നടത്തുന്നുണ്ട്. പാർട്ടി എന്നുള്ള നിലയിൽ ആ സമരം ഇപ്പോൾ ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ അതൊരു രാഷ്ട്രീയ സമരമാക്കി മാറ്റാനാണ് BJP ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രദേശത്ത് ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റി BJP മുതലെടുക്കാൻ ശ്രമിക്കുക. BJP നടത്തുന്ന മുതലെടുപ്പ് ബോധപൂർവമാണ്. അതിനെ വിദ്യാർത്ഥി സമരം എന്നതൊന്ന് മാറ്റി BJP ഒരു രാഷ്ട്രീയ സമരമാക്കി മാറ്റിയിരിക്കുകയാണ്. അത് കാനൻ രാജേന്ദ്രനോട് പറഞ്ഞാൽ എന്തിനാ അദ്ദേഹം അവിടെ പോയി? CPIയുടെ നേതാക്കന്മാരെല്ലാവരും പോകുന്നുണ്ടല്ലോ. ഇന്ന് തൊട്ട് YF സമരം തുടങ്ങി. BS അച്യുതാനന്ദൻ പോയല്ലോ. അങ്ങനെ പലരും പോകുന്നുണ്ടല്ലോ. രമേശ് ചെന്നിത്തല പോയി, VM സുധീരൻ പോയി. അവരൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടാണല്ലോ പോയിരിക്കുന്നത്. അപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ അത് അവരെ ഒന്ന് ഉപദേശിച്ചാൽ മതി. അത് കറക്റ്റ്. ആ പറഞ്ഞത് ശരിയാണ്. കോടിയേരി സഖാവ് അടിയന്തരമായി കാനം സഖാവിനെ അല്ലെങ്കിലും VS സഖാവിനെയെങ്കിലും ഒന്ന് ഉപദേശിക്കണം. ലോ അക്കാഡമി സമരം ഇപ്പോഴും നീണ്ടുപോവുകയാണല്ലോ. ലോ അക്കാഡമിയുടെ സമരം അങ്ങനെ നീളാൻ പാടില്ല. അതിന് ബന്ധപ്പെട്ട അധികാരികൾ ഗൗരവമായി നടപടി സ്വീകരിച്ചാൽ
അത് അങ്ങനെ നീണ്ടുപോകുന്നത് ഒഴിവാക്കാൻ കഴിയും. VSA അനധികൃതമായിട്ടുള്ള ഭൂമി തിരിച്ചെടുക്കണമെന്ന് VSA പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമർപ്പണം സംബന്ധിച്ച് കോടിയേരി സഖാവ് പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് അത്തരം ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ അനധികൃതമായിട്ടുള്ള ഭൂമി തിരിച്ചെടുക്കണമെന്ന് VSA കഴിഞ്ഞ ദിവസം സന്ദർശനം പറഞ്ഞിരുന്നു. അതെ, പക്ഷേ പാർട്ടി സെക്രട്ടറിയുടെ സന്ദർശകർ പറഞ്ഞത് അത്തരമൊരു അജണ്ട വിദ്യാർത്ഥികളുടെ വിഷയത്തിലില്ല, അതുകൊണ്ട് തന്നെ അത് പരിഗണിക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതെ, അങ്ങനെ അധികാരപ്പെട്ടവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തികൾ തന്നെ അവർക്ക് കീഴടങ്ങുന്ന സമീപനം എടുത്താൽ അത് വിജയിക്കാൻ ഇടയില്ല. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനുള്ള ആവശ്യമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തിയായി ഉയർന്നു വരേണ്ടത് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ ഭൂമി തിരിച്ചെടുക്കണം അല്ലേ VSA? അതെ, ആവശ്യത്തിലേറെയുള്ള ഭൂമി തിരിച്ചെടുക്കണം. ഗവൺമെന്റ് ഭൂമിയാണത്. ഇത് വിദ്യാർത്ഥി പ്രശ്നം മാത്രമാണോ അല്ലെ പൊതു പ്രശ്നമായി മാറി? പൊതു പ്രശ്നമാണല്ലോ അത്. അപ്പോൾ ആ പ്രശ്നം തിരുവനന്തപുരം ലോ അക്കാദമി പ്രശ്നം അതൊരു പൊതുപ്രശ്നം മാത്രമല്ലെന്നും ഒരു ഉൾപാർട്ടി പ്രശ്നമാണെന്നും ഇനിയും മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടെല്ലാം സഹതപിച്ചുകൊണ്ട് പൊളിമിക്സും പോവുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.